സർക്കാർ പദ്ധതിയായ ഭാരത് അരി വിതരണം അവതാളത്തിൽ. അരി വിൽപ്പനയുടെ പണം ഡിജിറ്റലായി മാത്രം വാങ്ങണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പണമിടപാട് ഡിജിറ്റലാക്കിയതോടെ ഭാരത് അരി വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. അരി വിതരണം നിലയ്ക്കുന്നുവെന്ന് വിതരണക്കാരും പറയുന്നു. കേന്ദ്ര ഏജൻസിയായ NCCF പുറത്തിറക്കിയ സർക്കുലറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. മുഹമ്മദ് റാഫി കരീമുണ്ട് വിവരങ്ങളുമായിട്ട്. മുഹമ്മദ് റാഫി, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ ഏതാണ്ട് 15% വില വർധനവുണ്ടായി എന്ന് കേന്ദ്രം കണ്ടെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരത് റൈസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്രം മുൻകൈയെടുത്തതും. ഇപ്പോൾ ഈ എന്ത് ന്യായമാണ് പറയുന്നത്? ഈ ഭാരത് അരി വിതരണം നിലയ്ക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? സേതുലക്ഷ്മി, ഫെബ്രുവരിയിലാണ് ഈ ഭാരത് അരി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. 29 രൂപ നിരക്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് അരി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഭാരത് അരി വിതരണം ആരംഭിക്കുന്നത്. വലിയ പദ്ധതിയായി കൊട്ടിഘോഷിച്ച് ആഘോഷിച്ചാണ് ഈ ഭാരത് അരി വിതരണം ആരംഭിക്കുന്നത്. അന്ന് ഈ ഭാരത് അരി വിതരണം ആരംഭിക്കുന്ന ഫെബ്രുവരിയിൽ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ അരിവില 50 രൂപയ്ക്ക് അധികമായിരുന്നു. രാജ്യത്തെ അരിയുടെ വില 50 രൂപയിൽ അധികമായിരുന്നു. അതേസമയമാണ് 29 രൂപ നിരക്കിൽ ഭാരത് അരി വിതരണം ഈ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. NCCF-ന് കീഴിലായിരുന്നു ഈ അരി വിതരണം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ ജൂൺ 14 ഒരു വിചിത്ര ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഭാരത് അരി വിതരണത്തിൻ്റെ പണം പൂർണ്ണമായും ഡിജിറ്റലായി മാത്രമേ വാങ്ങാൻ കഴിയൂ എന്നുള്ളതാണ്. ഈ ഡിജിറ്റലായി മാത്രം പണം നൽകാവുന്ന ഒരു സാഹചര്യം വരുന്നതോടുകൂടിയാണ് ഈ അരി വിതരണം നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം ഈ ഭാരത് അരിയുടെ വിതരണം നടക്കുന്നത് ഈ വാഹനങ്ങളിൽ, ഭാരത് അരി ഇവിടെ ഈ കരാറെടുക്കുന്ന ആളുകൾ അവരുടെ വാഹനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ കൗണ്ടറുകൾ സ്ഥാപിച്ചാണ് ഈ അരി വിതരണം നടത്തുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് പൂർണ്ണമായും ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ മാത്രം അരി വിതരണം നടത്താമെന്നുള്ളൊരു നിയമം വരുമ്പോൾ, അത്തരത്തിലൊരു ഉത്തരവ് വരുമ്പോൾ ഈ അരി വിതരണം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് വരുന്നത്. പലരും അരി വാങ്ങാൻ വന്നതിന് ശേഷം മടങ്ങിപ്പോകുന്നു. ഇത് വിതരണക്കാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് സംസ്ഥാനത്തിൻ്റെ അരി വിതരണത്തിന് വിതരണം ഏറ്റെടുത്തിരിക്കുന്ന വിതരണക്കാരും ഇത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ജൂൺ 14 മുൻപ് വരെ, ഫെബ്രുവരിയിലാണ് ഈ വിതരണം ആരംഭിക്കുന്നത്. ഫെബ്രുവരി മുതൽ ജൂൺ 14 വരെ ഈ ഭാരത് അരി വാങ്ങാൻ പണം നൽകി വാങ്ങാമായിരുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കും മറ്റും എത്തുമ്പോൾ ആളുകൾക്ക് പണം നൽകി അരി വാങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ ഇടപാടുകളിലൂടെ മാത്രം അരി വാങ്ങുക എന്നൊരു നിയമം വരുമ്പോൾ ആളുകൾക്ക് അരി വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിതരണക്കാർ പ്രധാനമായും പറയുന്നത്. ഇതോടുകൂടി ഈ അരിയുടെ വിൽപ്പന, അരി ജനങ്ങളിലേക്ക് എത്തുന്നത് വലിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിതരണക്കാർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഈ വിതരണക്കാരുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ ബൈറ്റിലേക്ക്, ഈ പ്രതികരണത്തിലേക്ക് തന്നെ പോകുന്നത് എന്താണ് ഈ പുതിയ നിയമം ഈ ഭാരത് അരി വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഇത് ഏകദേശം ജൂൺ 14 കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഗൂഗിൾ പേയിൽ പൈസ വാങ്ങിക്കുന്ന ഒരു നിയമത്തിലേക്ക് എത്തിയത്. അതിനുശേഷം വളരെ നല്ല രീതിയിൽ തന്നെ സെയിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇടങ്ങേറാവുന്നത്. പ്രായമായ ആളുകളൊക്കെ വാങ്ങാൻ വരുമ്പോൾ അവരുടെ അടുത്ത് ഗൂഗിൾ പേ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവർ പൈസ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റാതെ ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പ്രതിസന്ധിയിലാണ്. നല്ല രീതിയിൽ സെയിൽ കുറഞ്ഞിട്ടുണ്ട്. 10-20 ചാക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയാൽ വിൽക്കുന്നുള്ളൂ. നല്ല രീതിയിൽ സെയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ നിയമമാക്കിയതിന് ശേഷം. എന്ത് കാരണമാണ് ഇവർ പറയുന്നത്? ഇത്തരത്തിൽ പൂർണ്ണമായും പണം ഡിജിറ്റലായി വാങ്ങണമെന്ന് ഒരു പുതിയ നിർദ്ദേശം വരുമ്പോൾ NCCF അധികൃതർ എന്താണ് ഇതിൻ്റെ ഒരു കാരണമായി പറയുന്നത്? കാരണം എനിക്ക് വ്യക്തമല്ല കറക്റ്റ്. എന്നാലും ഫുള്ളായിട്ട് ഇനി ഡിജിറ്റൽ മാർഗം മാത്രം പണം സ്വീകരിക്കണമെന്നുള്ള ഇതിലാണ് അവരിപ്പോൾ നിലവിൽ വിട്ടിരിക്കുന്നത്, നിയമം പുറത്തോട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കും കിട്ടിയ അറിയിപ്പ്. അതിനെക്കുറിച്ച് കൂടുതൽ എന്താണെന്നുള്ളത് അറിയില്ല, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഇവർ പറയുന്നത് പോലെ തന്നെ പൂർണ്ണമായും ഡിജിറ്റലായി മാത്രം ഭാരത് അരിയുടെ പണം വാങ്ങണമെന്നാണ് ഈ NCCF ഒടുവിലായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശത്തിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ NCCF അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്ന് മാത്രമാണ് NCCF അറിയിച്ചിരിക്കുന്നത്. ഈ പണം പൂർണ്ണമായും ഡിജിറ്റലാക്കിയതോടുകൂടി NCCF-ന് പുറമെ നാഫെഡിനും കേന്ദ്രീയ ഭണ്ഡാറിയും ഇങ്ങനെ 3 ഏജൻസികൾ മുഖേനയാണല്ലോ ഭാരത് റൈസ് ബ്രാൻഡിന് കീഴിൽ
ചില്ലറ വിൽപ്പനയ്ക്ക് കേന്ദ്രം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇത് ഈ NCCF-ന്റെ മാത്രം നിലപാടാണോ, അതോ ഈ നാഫെഡിനും കേന്ദ്രീയ ഭണ്ഡാറിനും ഒക്കെ ഇതേ നിലപാട് തന്നെയാണോ? ഈ ചില്ലറയായിട്ട് കാശ് വാങ്ങണ്ട, പകരം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഈ ഡിജിറ്റലായിട്ടുള്ള പണമിടപാട് മാത്രം മതി എന്ന നിലപാട് തന്നെയാണോ മറ്റ് ഏജൻസികളും പിന്തുടരുന്നത്? സേതുലക്ഷ്മി, 3 ഏജൻസികൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 3 ഏജൻസികൾ നേതൃത്വം നൽകിയാണ് ഈ ഭാരത് റൈസ് വിതരണം നടത്തുന്നത്. ഇതിൽ NCCF ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും നടത്തുന്നത്. ഈ വിതരണക്കാരെ കണ്ടെത്തുന്നതും ഒപ്പം തന്നെ ഈ അരിയുടെ വിലയും മറ്റു കാര്യങ്ങളും, ഒപ്പം തന്നെ അരിയുടെ ഏതെല്ലാം തലങ്ങളിൽ ഈ അരി വിതരണം നടത്തണം, ഒപ്പം ഈ അരി വിതരണം ഏതു രീതിയിൽ വേണം, ഇതിൻ്റെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ തീരുമാനിക്കുന്നത് NCCF ആണ്. ഇതുമായി ബന്ധപ്പെട്ട് വിതരണക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും NCCF ആണ്. അങ്ങനെ ഈ NCCF-ൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായിരിക്കുന്നത്. NCCF-ൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ജൂൺ 14 വന്ന ഈ നിർദ്ദേശപ്രകാരം ഈ ഭാരത് റൈസ് വിൽപ്പന പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെൻറ്റായി നൽകണമെന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 5 കിലോത്തിൻ്റെയും 10 കിലോത്തിൻ്റെയും ചാക്കുകളായാണ് ഈ ഭാരത് അരി വിൽപ്പന നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചാക്കിന് 10 കിലോത്തിൻ്റെതെങ്കിൽ 290 രൂപയാണ് വില വരുന്നത്. 290 രൂപ ഡിജിറ്റലായി മാത്രം വാങ്ങണമെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം 29 രൂപയ്ക്ക് അരി വാങ്ങണമെങ്കിൽ അത് സാധാരണക്കാരനായിരിക്കണം. കാരണം ഈ അരി വിതരണം കൊണ്ട് 29 രൂപയ്ക്ക് അരി വിതരണം നടത്തുമ്പോൾ ഈ അരി വിതരണം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകുന്നത് സാധാരണക്കാർക്കാണ്. അത്തരത്തിലൊരു സാധാരണക്കാരന് ഇതിൽ അരി വാങ്ങണമെങ്കിൽ ഈ സർക്കാരിൻ്റെ സേവനം, ഈ സർക്കാരിൻ്റെ ഈ പദ്ധതി ഈ സാധാരണക്കാരനിലേക്ക് എത്തണമെങ്കിൽ അവൻ പൂർണ്ണമായും ഡിജിറ്റൽ പണമിടപാട് നടത്തണമെന്നാണ് ജൂൺ 14 ശേഷമുള്ള ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് വിതരണക്കാരെയും വലിയ തോതിൽ വലയ്ക്കുന്നുണ്ട്. കാരണം NCCF-മായി കരാറുണ്ടാക്കി ഈ ഭാരത് അരിയുടെ വിതരണം ഏറ്റെടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് വിതരണക്കാർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി NCCF-ന് നൽകുന്നത്. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കെട്ടിയതിനു ശേഷമാണ് NCCF-ൽ നിന്ന് വിതരണക്കാർക്ക് അരി ലഭിക്കുന്നത്. ഈ അരി ഭാരത് റൈസിൻ്റെ പാക്കറ്റിൽ പാക്ക് ചെയ്ത് പോളിഷ് ചെയ്ത് വിപണിയിലെത്തിച്ച് വിൽക്കേണ്ട ഉത്തരവാദിത്തം ഈ വിതരണക്കാർക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപ മുടക്കി അരി അവർ NCCF-ൽ നിന്ന് വാങ്ങുന്ന അരി ഈ വിതരണം നിലയ്ക്കുന്നതോടുകൂടി അവരുടെ ഗോഡൗണുകളിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് വിതരണക്കാരെ വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ആ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന വിതരണക്കാരും വലിയ പ്രതിസന്ധിയിലേക്കാണ് NCCF-ന്റെ പുതിയ ഉത്തരവ് മൂലം പോകുന്നത്. ഈ ഭാരത അരി വിതരണം നിലയ്ക്കുന്നതോടുകൂടി ഈ സാധാരണക്കാർ മാത്രമല്ല, ഇതിൻ്റെ വിതരണം ഏറ്റെടുക്കുന്ന ആളുകൾ കൂടി വലിയ പ്രതിസന്ധിയിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഈ വിതരണക്കാരുടെ ജോലിക്കാർ അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വ്യക്തമാണ്. കാരണം ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ, പാലക്കാട്, വയനാട്, അങ്ങനെ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായാലും ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നഗരമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഈ വിതരണക്കാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അവരത് നേരിട്ട് അറിയുന്നുമുണ്ട്. കാരണം പ്രധാനമായും ഈ പണം നൽകി ഈ അരി വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഫെബ്രുവരി മുതൽ ജൂൺ 14 വരെ ഉണ്ടായിരുന്നു. ഈ ഫെബ്രുവരി മുതൽ ജൂൺ 14 വരെയുള്ള സമയങ്ങളിൽ വലിയ തോതിൽ ആളുകൾ ഈ ഭാരത് അരി വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജൂൺ 14 ഇത്തരത്തിലൊരു ഉത്തരവ് വന്നതിന് ശേഷം ഈ ഭാരത് അരി വാങ്ങാൻ ഈ ആളുകൾക്ക് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും പണമിടപാട് ഡിജിറ്റലാക്കിയതോടുകൂടിയാണ് ഈ ഭാരത് അരി വാങ്ങാൻ ആളുകൾക്ക് സാധിക്കാതെ വരുന്നത്. ഈ ഭാരത് റൈസിന്റെ വിൽപ്പന, അത് അങ്ങനെ ഒരു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ കേരള സർക്കാരൊക്കെ വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. ഈ 18 രൂപയ്ക്ക് ഈ കിട്ടുന്ന അരി 10 രൂപ കൂട്ടി ഭാരത് അരിയായിട്ട് വിൽക്കുന്നു എന്നതടക്കം, അല്ലെങ്കിൽ റേഷൻ കടകൾ വഴി നമ്മൾ 10 രൂപയ്ക്ക് വിൽക്കുന്ന അരിയാണ് ഈ 29 രൂപ കൊടുത്ത് ഈ ഭാരത് അരിയായിട്ട് വാങ്ങേണ്ടി വരുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വലിയ വിമർശനമൊക്കെ ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്തയും പുറത്തു വരുന്നത്. പറഞ്ഞോളൂ റാഫി. ഇപ്പോൾ ഈ ഭാരത് അരി വാങ്ങാൻ പണവുമായി എത്തിയ ചേട്ടനാണ് ഈ ഭാരത് അരി വാങ്ങാൻ വേണ്ടി എത്തിയതാണ്, ഈ വില കണ്ട് എത്തിയതാണ്. പക്ഷേ ഡിജിറ്റലായി പണമിടപാട് നടത്താൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ്. ഡിജിറ്റലായി പണം ഇടപാട് നടത്താൻ കഴിയില്ലാത്ത സാഹചര്യമാണ്. ഡിജിറ്റലായിട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ മേടിക്കാൻ വന്നല്ലോ, അല്ലെങ്കിൽ പറഞ്ഞ് എവിടെയും പോയി മേടിക്കണ്ടേ? പണമുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ ഡിജിറ്റൽ ചെയ്യണമെന്ന് ചെയ്യാം, മേടിക്കും. കാശേ ഉള്ളൂ. ഇനി ഗൂഗിൾ പേ ചെയ്യും, അല്ല വേറെ ആൾക്കാരും ചെയ്യാം. വാങ്ങണ്ട്, അരി മേടിക്കണ്ട്. അത് എപ്പോഴും കിട്ടണില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മേടിച്ചിട്ട് വന്നിട്ട് വന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടാ, തിരിച്ചു വന്നപ്പോൾ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വെച്ചു.
അടച്ചു മേടിക്കും. ഡിജിറ്റലാക്കി പണം ഈ ഭാരത് അരി വിതരണം ആദ്യഘട്ടത്തിൽ കാശായിട്ട് മാത്രം കാശ് നൽകി വാങ്ങുമായിരുന്നു. ഇപ്പോൾ ഇത് ഡിജിറ്റൽ പണം മാത്രം ഉപയോഗിച്ച് അരി വാങ്ങാൻ കഴിയും. അത് എങ്ങനെ പ്രതിസന്ധിയാണോ അങ്ങനെയുള്ളൊരു നിയമം വരുന്നത്? പെട്ടെന്ന് ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇത് ഡിജിറ്റലാക്കി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും അങ്ങനെ കാശ് ഉണ്ടാവണമെന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാഷായിട്ട് തന്നെ ആൾക്കാർ അതെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിജിറ്റലായിട്ട് മേടിക്കാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് പറ്റുന്ന വരില്ല. ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഇടാൻ പറയും, അങ്ങനെ മേടിക്കാമെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഇപ്പോൾ പോയിട്ട് പിന്നെ വരണ്ടേ. അതെ, അപ്പോൾ മേടിച്ചിട്ട് പോകാം. അതിപ്പോൾ എനിക്കെന്നല്ല, ആർക്കാണെങ്കിലും ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ വന്ന് മേടിച്ചിട്ട് പോകാം. ഇതിപ്പോൾ ഡിജിറ്റലാക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാവരും അത് പ്രതീക്ഷിച്ചല്ലോ തന്നെ. ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആണെന്ന്. ആദ്യം മേടിച്ചത് ക്യാഷ് കൊടുത്താൽ മേടിച്ചത്. ഇപ്പം എന്തെങ്കിലും ആക്കിയത് ആർക്കറിയാം? തീർച്ചയായും സേതുലക്ഷ്മി, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം ഭാരത് അരി മുൻപ് വാങ്ങിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം വാങ്ങിയത് ക്യാഷ് നൽകിയാണ് വാങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഈ വാഹനം കണ്ട് ഈ ഭാരത് അരി വിതരണമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ വാഹനവുമായി തിരിച്ചെത്തി അരി വാങ്ങാൻ എത്തിയപ്പോഴാണ് അറിയുന്നത് ഡിജിറ്റൽ പണമിടപാട് മാത്രമേ ഉള്ളൂ എന്ന്. അതോടുകൂടി അദ്ദേഹം ഇനി വീട്ടിലെത്തി ഭാര്യയെ പറഞ്ഞു വിട്ട് അരി വാങ്ങേണ്ട സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോൺ ഉപയോഗിച്ച് വാങ്ങണമെങ്കിൽ വീണ്ടും തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷം ഇവിടെ മടങ്ങിയെത്തിയാണ് ഇനി അരി വാങ്ങാൻ കഴിയുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ പണമിടപാടിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ NCCF ഇതിന് പറയുന്ന ഒരു ന്യായീകരണം എന്താണ്? സേതുലക്ഷ്മി, നമുക്ക് വിതരണക്കാരുമായാണ് ഈ NCCFന്റെ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. വിതരണക്കാർക്കാണ് NCCF ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിതരണക്കാരോട് സംസാരിച്ചിരുന്നു. എന്താണ് ഈ ഇത്തരത്തിലൊരു നിർദ്ദേശം തരാനുള്ള ഒരു സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തിന് പിന്നിൽ എന്താണ് നിങ്ങളോട് നൽകിയിരിക്കുന്ന വിശദീകരണം? എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും NCCF വിതരണക്കാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NCCFുമായി വിതരണക്കാർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ, അത് പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കുറച്ച് കഷ്ടമാണ്. കാരണം ഈ ചില്ലറ വിൽപ്പന അരിയിൽ കഴിഞ്ഞ വർഷമുണ്ടായ 15% വർധനയുടെ ആഘാതമൊക്കെ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ ഭാരത് റൈസ് കൊണ്ടുവരുന്നത് തന്നെ. അതിനുശേഷം ഇപ്പോൾ ഈ സാധാരണക്കാർക്ക് അത് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്, അതും പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും നൽകാതെ, മുന്നറിയിപ്പുകളൊന്നും നൽകാതെ തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് സാധാരണക്കാരെ വലയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരത് അരി വിതരണം അവതാളത്തിൽ എന്ന ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ന്യൂസ് മലയാളം 24/7 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മുഹമ്മദ് റാഫിയാണ് വിവരങ്ങൾ നൽകിയത്.